ഇവിടെ വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഇവിടെ വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ട്രാഫിക് സിസ്റ്റം ഉണ്ടാക്കാനും ക്രമാതീതമായി ട്രാഫിക് ആക്സിഡന്റ് കുറയ്ക്കാനും കഴിയും. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നിലവിലുള്ള സിസ്റ്റം ജനങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ച് ഉയരുന്നില്ല. ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാവുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷനുണ്ട്, റോഡ് സേഫ്റ്റി കമ്മീഷനുണ്ട്, അതുപോലെ IG ട്രാഫിക് ഉണ്ട്, 2 SP-മാരുണ്ടായി, ട്രാഫിക് SPs ഉണ്ട്, പിന്നെ അതുപോലെ നാറ്റ്പാക് ഉണ്ട്. ഇതെല്ലാം എക്സ്ക്ലൂസീവായിട്ട് ഈ റോഡ് ആക്സിഡന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളാണ്. പക്ഷെ ഇവരാരും പൂർണ്ണമായിട്ട് ഈ അപകടങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഇത് റെഡ്യൂസ് ചെയ്യാൻ അവർ കോമ്പീറ്റന്റ് അല്ല. എല്ലാവരും പ്രസംഗത്തിൽ വളരെ കാര്യക്ഷമമായി സംസാരിച്ചാലും പ്രവൃത്തിയില് അവർ വളരെ പിന്നോക്കമാണ്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഭരണകർത്താക്കള്, നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ ഉള്ളവര് ഈ കേരളത്തെ ഒരു നല്ല സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള കഴിവും മികവും ഉള്ളവരല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. കാര്യം അവർക്ക് അവരുടെ സുഖവും അവരുടെ മക്കളും അവരുടെ മരുമക്കളും അവരെയൊക്കെ കൊച്ചുമക്കളെയൊക്കെ നന്നായി വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ സാധാരണക്കാരന് റോഡിൽ കൂടി പോകുന്ന ഒരു കോമൺ മാൻ, ഒരു സാധു മനുഷ്യന്റെ ജീവിതത്തിന് സുരക്ഷ കൊടുക്കണം എന്നൊന്നും അവർക്ക് ചിന്തകളില്ല. നമ്മൾ കണ്ടു, ഇടയ്ക്ക് ഒരു ലോറി കയറി ഇറങ്ങി കുറെ പാവങ്ങൾ മരിച്ചുപോയി. അതുപോലെ കുട്ടികൾ ലോറി മറിഞ്ഞു. അതൊക്കെ സേഫ് സ്കൂൾ സോൺസ് ആണ്. ആ സമയങ്ങളിൽ സേഫ് ടൈമില് എങ്ങനെ അവിടെ വണ്ടി വരുന്നു? അപ്പൊ നമ്മുടെ മിഷനറി എല്ലാം വളരെ പുറമോട്ടാണ്. പണ്ട് റാം ജത്മാലിനി അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ കേന്ദ്രത്തിലെ ഭരണം ഒക്കെ വിലയിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഇരിക്കുന്ന ഭരണങ്ങളൊന്നും ജനങ്ങൾക്ക് ഗുണകരമല്ല. കാര്യം അവരുടെ നിലവിലുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ടും അവരുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ചാണ് അവർ ഭരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, there are good people in BJP, there are good people in Congress, there are good people in the civil society. അപ്പൊ ഈ 1:1 പ്രൊപ്പോർഷനില് BJPയിലെ നല്ല ആൾക്കാരെ എടുക്കുക, കോൺഗ്രസിലെ നല്ല ആൾക്കാരെ എടുക്കുക, സിവിൽ സൊസൈറ്റിയിലെ നല്ല ആൾക്കാരെ എടുക്കുക, എന്നിട്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കിയിട്ട് അത് 10 വർഷം ഭരിച്ചാൽ ഇന്ത്യ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. കാരണം ഓരോ മുന്നണി ഭരണങ്ങൾ വരുമ്പോൾ അവരുടെ ഐഡിയോളജി, അവരുടെ ഇൻട്രസ്റ്റുമാണ് പോകുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം തീർത്തും വലിയൊരു നിയമ പണ്ഡിതനും അതുപോലെ നല്ലൊരു സ്റ്റേറ്റ്സ്മാനും ആയതുകൊണ്ട് ഇന്ത്യയുടെ ഭാവി ഓർത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ലൈനിൽ ചിന്തിച്ചാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, നമ്മുടെ സിവിൽ സൊസൈറ്റിയില് ഇഷ്ടംപോലെ റോഡ് സയന്റിസ്റ്റുകളും നല്ല മനുഷ്യരുണ്ട്. ഇതില് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. അവരെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മൂവ്മെന്റ് ഉണ്ടായാലേ ഇത് മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥന്മാര് വാഹനങ്ങളിൽ ഇരുന്ന് പോകുമ്പോൾ അവരിതൊക്കെ AC അതിനകത്തെ പാട്ടുമൊക്കെ കേട്ട് സൂചിച്ചു പോകുന്നു. അവര് പുറത്തു നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും പൊതുവെ അവരാരും ചിന്തിക്കാറില്ല. അവർ ചിന്തിക്കുമായിരുന്നെങ്കിൽ അന്നേരം തന്നെ അതാത് സ്ഥലങ്ങളിൽ കാണുന്ന തെറ്റുകൾ തീർക്കുമായിരുന്നു. നമ്മൾ ഈയിടയ്ക്ക് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറ്, അദ്ദേഹമാണല്ലോ ഈ ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ ഉത്തരവിട്ടത്. അദ്ദേഹം കൊല്ലത്ത് പോയപ്പം അവിടെ മൊത്തം ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് റോഡിന്റെ വിഷൻ നഷ്ടപ്പെടുകയും അപകടം ഉണ്ടാകുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ നഗരസഭ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഉടൻ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫൈൻ ചെയ്യുമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു. കാര്യം കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ല. അപ്പൊ നമുക്ക് ഈ ട്രാഫിക് ഐറ്റംസ് ഒക്കെ പിടിക്കുന്ന ജഡ്ജിമാരുണ്ട്. അവരെന്തുകൊണ്ട് ഇത്തരത്തില് ഫുട്പാത്ത് വെൻഡേഴ്സ് ഫുട്പാത്ത് ഒന്ന് കടകൾ കയറ്റി വെക്കുന്നു, പാർട്ടിയുടെ കൊടിമരങ്ങളും അവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളെല്ലാം ഈ റോഡുകളുടെ സൈഡിൽ കൊണ്ടുവന്നത് ജനങ്ങൾക്ക് പെഡസ്ട്രിയൻസ് നടന്നു പോകാൻ വരും. ഇപ്പൊ പെഡസ്ട്രിയന് നടന്നു പോകുമ്പോൾ സൗകര്യമില്ല, അയാൾ റോഡിലോട്ട് കയറും, വണ്ടി ഇടിക്കും. ഫുട്പാത്ത് മൊത്തം വെൻഡേഴ്സ് ആണ് ഇരിക്കുന്നത്. ഇപ്പം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആകുമ്പോ ഈ അന്യ സംസ്ഥാനക്കാർ പോലും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് റോഡിലെല്ലാം വെച്ച് കച്ചവടമാണ്. അപ്പൊ അതുവഴി പോകുന്ന സ്ത്രീകളെ കുട്ടികളെ ഒക്കെ
ഈ അവിടെ നിൽക്കുന്ന ആന്റി സോഷ്യൽസ് ഒക്കെ അവരെ അബ്യൂസ് ചെയ്യുകയും അല്ലെ അവരെ ഈറ്റീസിങ് ഭൂവാലശല്യം ഒക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന ഫുട്പാത്ത് ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അവർ ഇഷ്ടമുള്ളിടത്താണ് കൊണ്ടുവെക്കുന്നത്. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വേണ്ടെന്നല്ല, സാധാരണക്കാരന്റെ വാഹനമാണ്. അത് സർക്കാർ തന്നെ അതിന് സ്ഥലങ്ങൾ ക്രമീകരിച്ചു കൊടുക്കണം. അല്ലാതെ ഓട്ടോറിക്ഷക്കാർ തീരുമാനിക്കുന്നു. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച വലിയൊരു കാര്യമാണ്. കാരണം ഫുട്പാത്തുകൾ പോലും ഇപ്പോൾ കയ്യേറി കടകളും മറ്റ് വാഹനങ്ങളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമായി, ഒരു പാർക്കിംഗ് പ്ലേസ് പോലെയാണ് ഫുട്പാത്തിനെ പലയിടങ്ങളിലും ട്രീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അപകടങ്ങളുടെയൊക്കെ നമുക്കറിയാം, ഈ മഹാമാരിയൊക്കെ തടഞ്ഞു നിർത്തിയ നമുക്ക് ഏറ്റവും മാതൃകയായ സംസ്ഥാനം കൂടിയാണ് കേരളം. പക്ഷേ അതിനെ പോലും പിടിച്ചു കെട്ടുന്നതിനെക്കാട്ട് അപകടമായിട്ടാണ് ഇപ്പോൾ നിരത്തിൽ ഈ ഒരു അപകടങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ടായി തന്നെ കേരളം മാറുന്ന ഒരു ചിത്രം നമുക്ക് കാണുന്നത്. എങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു മാറ്റം കൊണ്ടുവരാം? അത് ആദ്യമേ നമുക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാം. ജുഡീഷ്യറി സ്ട്രോങ് ആകാത്തിടത്തോളം കാലം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് വളരെ ജീവിതത്തിനെ വളരെ കാഷ്വലായിട്ട് കാണുകയോ അല്ലെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുക. നമുക്കറിയാം, പോലീസിനകത്തും മറ്റുള്ള IAS ഒക്കെ ഉള്ള വലിയ മിടുമിടുക്കന്മാര് കോടതി ഉത്തരവുകളെ അവര് നടപ്പാക്കാതെയും അല്ലെങ്കിൽ വെല്ലുവിളിച്ചും ഒക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് വെല്ലുവിളിച്ചു പോകുമ്പോൾ അവരുടെ പേഴ്സണൽ അപ്പിയറൻസ് ഹൈക്കോടതി ആവശ്യപ്പെടുമെന്ന് പറയുമ്പോൾ അവർ മുട്ടിയിടിച്ചുകൊണ്ട് അവർ അപ്പം തന്നെ ഉത്തരവിടും എന്ന് പറഞ്ഞ പോലെ ഹൈക്കോടതി ഇവരെ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൊല്ലത്ത് ദേവൻ രാമേന്ദ്ര സാറ് ഹോർഡിംഗ്. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഈ ഇവിടുത്തെ ദുർജനങ്ങളായ സജ്ജനങ്ങളെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം അതുകൊണ്ട് പൊതുസമൂഹത്തിന് നന്മയാണ്. അപ്പൊ ദുർജനങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്കും കാര്യങ്ങളും നടത്തുന്നു. പക്ഷെ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ഈ ദുർജനങ്ങളുടെ സാഡിസ്റ്റിക് പ്ലഷർ അല്ല കോടതികൾ സംരക്ഷിക്കേണ്ടത്. ഇവിടുത്തെ സജ്ജനങ്ങൾ, ഇവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ സുരക്ഷയാണ് കോടതി എൻഷുർ ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ജഡ്ജ് ദേവൻ രാമൻ സാറ് ചെയ്ത പോലെ അതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു സേഫ് റോഡ് കൾച്ചർ ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി കാഴ്ച വെക്കുന്ന പോലെ സേഫ്റ്റി റോഡ്സ് വേണമെന്നും ഒക്കെ ഉത്തരവുകളിൽ പറഞ്ഞ് അത് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയും പിന്നെ നമുക്കൊരു ഒരു തിങ്ക് ടാങ്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൽ ബുദ്ധിയുള്ള ഇഷ്ടംപോലെ പേരുണ്ട്, വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പണ്ടൊരു ട്രാഫിക് ആക്സിഡന്റ് നടന്ന് ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ട് ഒരാള്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് റിഫ്ലക്ടർ ഇല്ലാത്തതുകൊണ്ടായതുകൊണ്ട് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് സാങ്ഷൻ വാങ്ങിച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ഇലക്ട്രിക് പോസ്റ്റ് വളവിനും ഒക്കെ ഉള്ളത്തെ കൊണ്ട് റിഫ്ലക്ടർ വെച്ചു. അപ്പൊ അങ്ങനെ സാമൂഹ്യ ബോധം, തനിക്കൊരു അപകടം പറ്റി താൻ അത് സർവേ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇനി ഒരാൾക്ക് ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന ഒത്തിരി സുമനസ്സുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കാര്യം കൂടെ, ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിലെ ഓരോ അംഗത്തിനും ഇരുചക്ര വാഹനമെങ്കിലും എന്നൊരു കണക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മലയാളികളുടെ ഒരു വാഹനപ്രിയം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളികളുടെ വാഹനപ്രിയം ജീവിത രീതിയിൽ ഉണ്ടായ ഒരു മാറ്റവും അത് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയല്ലേ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്? വാഹനപ്രേമം നല്ലതാണ്. കാര്യം അമിതമായി പോയതെന്നേ ഉള്ളൂ. കാരണം വാഹനങ്ങള് നല്ലത് വാങ്ങിക്കുകയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. നല്ലതായിട്ട് ഇപ്പോൾ പൊതുവാഹനങ്ങളെ ഉപയോഗിക്കാൻ ആളുകൾക്ക് മടിയാണ്. കാരണം ഇപ്പോൾ ടാക്സി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഒരു മടി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ടാക്സി അപകടങ്ങളൊക്കെ നമ്മൾ നിരത്തിൽ കുറവ് തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നതായിട്ടും കണ്ടിട്ടുള്ളത്. അല്ല, പൊതുവാഹനത്തിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ശബരിമലയ്ക്കൊക്കെ വാഹനങ്ങൾ ഓടുന്നു, അന്യ സംസ്ഥാനക്കാരും ഒക്കെ വന്ന് അതിനകത്തെല്ലാം വേസ്റ്റ് ഇടും. അല്ലെങ്കിൽ ഈവൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വൊമിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇത് പിന്നെ അടുത്ത മഴയത്താണ്, തുലാവർഷത്തിനും കാലവർഷത്തിനും ഒക്കെയാണ് ഇത് ഒന്ന് കഴുകി പോയി കിട്ടുന്നത്. നമ്മുടെ വണ്ടികളൊന്നും സൂക്ഷിക്കുന്നില്ല. അപ്പൊ ആൾക്കാര് ശുചിത്വ ബോധമുള്ളവർ ഈ KSRTC ബസ്സിലൊന്നും കയറത്തില്ല. അത് മൊത്തം പൊടിയാണ്. കാറ്റടിച്ചു കഴിയുമ്പോൾ അതിനകത്തെ പൊടിയെല്ലാം കൂടെ മൂക്കി കയറും. ട്രെയിനിൽ പോയാൽ അതുപോലെ തന്നെയാണ്. അപ്പൊ ആൾക്കാർ പ്രൈവസി ആഗ്രഹിക്കുന്നു. സ്ത്രീകളും കുട്ടികളുമായിട്ട് പൊതുജനങ്ങളിൽ ബസ്സുകളിൽ പോയാൽ അവരെ പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസവും ബസ്സിൽ വെച്ച് പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത കണ്ടിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് എന്ത് പറ്റും, ഫാമിലി പരമാവധി അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത്, അവർക്ക് പ്രൈവസി ഉള്ള ഒരു ലോകത്ത് അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായി പോകാവുന്ന രീതി വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഈ ഇറക്കുന്ന വാഹനങ്ങൾ എപ്പോഴും സുരക്ഷിതമായിട്ട് അതിന്റെ പ്രോപ്പർ മെയിൻ്റെനൻസ് വേണം. റോഡുകളിൽ ഏറ്റവും ആവശ്യം നമുക്ക് പരസ്പര ബഹുമാനമാണ്.
പരസ്പര ബഹുമാനം ജനാധിപത്യത്തിന് വളരെ അനിവാര്യമാണ്. മ്യൂച്വൽ റെസ്പെക്ട് റോഡിൽ വേണം. നമ്മൾ ഒരല്പം ചിലപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ അടുത്തൊരാൾ വന്നു നമ്മളൊന്ന് നിർത്തി കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി നമ്മളെല്ലാം സഹോദരങ്ങളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ ആണെന്നൊക്കെ വാക്കുകളിൽ പറയുമ്പം അത് പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവന്ന് നല്ലൊരു റോഡ് കൾച്ചർ ഉണ്ടാക്കാൻ ഇവിടെ വേണം. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മുടെ മന്ത്രിയൊക്കെ ഒന്ന് പോകും. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്ന പോലെ വെറുതെ ഒരു മന്ത്രി ഉണ്ടായിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് റെമഡി കണ്ടുപിടിക്കുകയും ഉദ്യോഗസ്ഥ മിഷനറിയെ അതിനുവേണ്ടി ചലിപ്പിക്കുകയും പൊതുജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ജനങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കൊടുക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ ആശംസ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.